നമസ്കാരം സാർ, എം ടോക്കിലേക്ക് സ്വാഗതം. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് മണിപ്പൂരിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാലങ്ങളായി മണിപ്പൂർ നിന്ന് കത്തുകയാണ്. അവിടെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇങ്ങോട്ട് അവിടെ പല കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ വലിയ വിധത്തിൽ പല സമയത്തും കേന്ദ്രത്തിന് അല്ലെങ്കിൽ പട്ടാളത്തിനൊക്കെ ഇടപെടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇറോം ശർമ്മളയൊക്കെ ഈ നിരാഹാരം കിടന്നൊക്കെ അറിയാം. പക്ഷെ പലപ്പോഴും ഈ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് പുറത്തേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങൾ അതൊക്കെ അവിടുത്തെ യഥാർത്ഥ വിഷയങ്ങളല്ല പലപ്പോഴും എത്തിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേന്ദ്രം ഇതൊരു ഇവിടുത്തെ പ്രശ്നം പൂർണ്ണമായും ഇതിനെ ഒതുക്കി തീർത്തേ അടങ്ങുള്ളൂ എന്ന ഒരു തരത്തിലേക്ക് എടുത്തൊരു തീരുമാനമാണോ ഇത്? മണിപ്പൂരിൽ അതിശക്തനായ ഒരു ഗവർണർ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. മണിപ്പൂരിൻ്റെ 19ാമത് ഗവർണറായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന അജിത് കുമാർ ഭല്ല അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഡിസംബർ 24, 2024 അധികാരം ഏറ്റെടുത്തു. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത അന്ന് തന്നെ എല്ലാ സൈനിക മേധാവികളെയും BSF, CRPF, ആസാം റൈഫിൾ മേധാവികളെയും വിളിച്ച് ചർച്ച ചെയ്തു. ക്രമസമാധാന നില ചർച്ച ചെയ്തു. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അദ്ദേഹം വിലയിരുത്തി എന്ത് ചെയ്യണമെന്നുള്ള പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകി. ഈ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുക്കികളും മെയ്ത്തികളുമായി ചർച്ച നടത്തി. സൈന്യവും അവിടുത്തെ മറ്റു പോലീസും പരാജയപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയെ അദ്ദേഹം ഡിപ്ലോയ് ചെയ്തു. അതിനുശേഷം കുക്കികളുടെ നിരന്തര ആവശ്യമാണ് ബിരേൻ സിംഗിൻ്റെ രാജി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന BJPയിലെ കലാപം അല്ലെങ്കിൽ BJPയിൽ വിമതന്മാർ വന്നു, അത്തരം വാർത്തകളിലേക്ക് സത്യാവസ്ഥ തേടി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുക്കികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നു. ഇത് അൾട്ടിമേറ്റ്ലി ഇവൻച്വലി നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഭരണഘടനയിലെ അനുച്ഛേദം 356 അനുസരിച്ച് രാഷ്ട്രപതി ഭരണം നടപ്പാക്കി പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻസ്, കർത്തവ്യങ്ങൾ രാഷ്ട്രപതിയിലും പവർ വിനിയോഗിക്കാനുള്ള അധികാരം ഗവർണറിലേക്കും എത്തിയിരിക്കുന്നു. കാരണം ഈ ഗവർണറാണ് നമ്മുടെ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പുഷ്പം പോലെ എടുത്തു കളഞ്ഞ് കാശ്മീരിൽ സമാധാന നില കൈവരിച്ചത്. ഇദ്ദേഹം ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആ അവസ്ഥകളെല്ലാം കൈകാര്യം ചെയ്തത്. അതായത് കാശ്മീരിലെ 2-3 കുടുംബങ്ങളുണ്ട്. ഒന്ന് മുഫ്തി കുടുംബം, മുഫ്തി മുഹമ്മദ് കുടുംബം, പിന്നെ അബ്ദുള്ള കുടുംബം, പിന്നെ ഇതിനൊക്കെ സംരക്ഷണം നൽകുന്ന നെഹ്റു കുടുംബം. ഈ കുടുംബ ഭരണത്തിൽ നിന്ന് കാശ്മീരിന് 370 അനുച്ഛേദം 370 ഒരു സംരക്ഷണം നമ്മളൊക്കെ പറഞ്ഞ് അന്ധമായി വിശ്വസിച്ചു. അതൊരു താൽക്കാലിക അനുച്ഛേദമാണെന്ന് സുപ്രീം കോടതി പിന്നീട് പറഞ്ഞു. ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ വീട്ടുതടങ്ങളിൽ പാർപ്പിച്ച് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം പരിമിതിപ്പെടുത്തി കാശ്മീരിനെ ഇന്ന് രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. തീർച്ചയായും ഈ പ്രസിഡൻഷ്യൽ റൂൾ കഴിയുമ്പോൾ ഈ മണിപ്പൂരും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരും. മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സ്റ്റേറ്റുകൾ, ഈ മണിപ്പൂരിന് ചുറ്റും കിടക്കുന്ന സംസ്ഥാനങ്ങൾ, ഒന്ന് ആസാമാണ്. ആസാമിൽ അതിശക്തനായ ഹിമന്ത ബിശ്വാസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം അതിശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ്. തൊട്ടടുത്ത മറ്റൊരു സ്റ്റേറ്റാണ് മിസോറാം. ഇന്ന് മിസോറാമിൻ്റെ ഗവർണർ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘപരിവാർ പശ്ചാത്തലത്തിൽ വന്ന ശ്രീ ഗണേശാണ്. തീർച്ചയായും. ഇനി ഇപ്പോൾ നാഗാലാൻഡിലെ ഗവർണറായിട്ട് നാഗാലാൻഡിൽ, അപ്പം ഈ അടുത്ത സംസ്ഥാനത്തിൻ്റെ ഗവർണർ നമ്മുടെ സൈനിക മേധാവിയായിരുന്ന VK സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷയും രാഷ്ട്ര താല്പര്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഈ സംസ്ഥാനത്തിന് ചുറ്റും അവരെ വിന്യസിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു ബോർഡർ ഉള്ളത് മ്യാൻമാറുമായിട്ടാണ്. മണിപ്പൂരിനൊരു ബോർഡർ മ്യാൻമാറുമായിട്ടുണ്ട്. അതൊരു പോറസ് ബോർഡറാണ്, തുറസായ ബോർഡറാണ്. ഏകദേശം 390 കിലോമീറ്ററോളം ഈ ബോർഡറുണ്ട്. ഈ ബോർഡർ വഴിയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്നും കള്ളക്കടത്തും മറ്റും നടക്കുന്നത്. ഈ ബോർഡറിൽ ഫെൻസിങ്, ബിരേൻ സിംഗ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏകദേശം 10 കിലോമീറ്ററോളം ഫെൻസിങ് തുടങ്ങി. അപ്പോൾ തന്നെ പ്രതിഷേധം വന്നു. ഈ മണിപ്പൂരിലെ കലാപം നമ്മുടെ മാധ്യമങ്ങളിൽ സായാഹ്ന ചർച്ചകളിൽ വരുന്നത് 2023 തുടങ്ങിയ ഒരു പുതിയ കലാപമായിട്ടാണ്. 1956 സാക്ഷാൽ നെഹ്റു അവിടെ AFPS, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കിയിട്ടുണ്ട്. 1969 ഇന്ദിരാഗാന്ധി മണിപ്പൂരിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് നേരെ ചെരുപ്പേറുണ്ടായി, കലാപമുണ്ടായി, വെടിവെപ്പുണ്ടായി, ധാരാളം ആളുകൾ മരിച്ചു. 70 അവിടെ വലിയ കലാപമുണ്ടായി, 100 ആളുകൾ മരിച്ചു. 1972 മാത്രമാണ് മണിപ്പൂരിന് സംസ്ഥാന പദവി നൽകുന്നത്. 47 നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മണിപ്പൂർ ഭാരതത്തിൽ ലയിച്ചില്ല. 49 ലയിക്കുന്നത്. അന്ന് മുതൽ ഇവിടെ വിപ്ലവത്തിൻ്റെയും കലാപത്തിൻ്റെയും ചരിത്രമാണ്. പുറകോട്ട് പോയി കഴിഞ്ഞാൽ 1917 കുക്കികളും ബ്രിട്ടീഷുകാരും തമ്മിൽ കലാപം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കലാപഭൂമിയാണ് മണിപ്പൂർ. അല്ലാതെ 2023 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുണ്ടായി കെടുകാര്യസ്ഥത മൂലം ഉണ്ടായെന്നുള്ള രീതിയിലുള്ള ചിത്രീകരണത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുന്ന അപ്പോഴാണ്. അതായത് ആരും അതിനെക്കുറിച്ച് ആ ഭാഗത്തെക്കുറിച്ച് നിശബ്ദമാണ്.
സാർ അവിടെ ഒറ്റ കാര്യം, അതായത് പുറത്തേക്ക് ഇപ്പോൾ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത ആ ഒരു ഭാഗമുണ്ടല്ലോ, അതായത് പുറത്തേക്ക് വരുന്നത് BJP അവിടുത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ മനഃപൂർവ്വം RSSും BJPയും ചേർന്നുകൊണ്ട് കലാപം നടത്തുകയാണ്, പിന്നെ വലിയ വിധത്തിലുള്ള ആയുധങ്ങൾ അവർക്ക് കൊടുക്കുന്നു, ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും, ഇവിടുത്തെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന ആർക്കും ഇതൊന്നും അല്ല കാര്യം എന്നുള്ളതും, മറുഭാഗത്ത് പുറത്തു നിന്നുള്ള പല ശക്തികളുടെയും സ്വാധീനം ഇവിടെ മണിപ്പൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മാധ്യമങ്ങൾ അതൊന്നും പറയില്ല, പലരെയും തെറ്റിദ്ധരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ അവിടെ BJPക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ? അതായത് ഈ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക എന്നൊരു നയമുണ്ടോ അവിടെ? അതിൻ്റെ അതിന് ഭൂമിശാസ്ത്രവും ചരിത്രവും രാഷ്ട്രീയവും വളരെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മനസ്സിലാവും. മണിപ്പൂരിൽ 16 സംസ്ഥാനങ്ങളാണുള്ളത്. ഏറെക്കുറെ അതിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഹിൽ ഏരിയയാണ്. മണിപ്പൂരിൻ്റെ 90% ഭൂപ്രദേശവും മലമ്പ്രദേശമാണ്, 80%-ഓളം വനപ്രദേശമാണ്. ഈ ഇംഫാൽ എന്ന് പറയുന്ന സമതല പ്രദേശം 10% മാത്രമേ ഉള്ളൂ. 55% ആളുകളും ഈ സമതല പ്രദേശത്താണ്. അവർ മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരാണ്. മറ്റത് കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ. ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട 90%-ഓളം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. അവർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന സഭകൾക്കൊന്നും അവിടെ സാന്നിധ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ഒരു സഭ എന്ന് പറഞ്ഞുകൊണ്ട് ആ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ സഭകളൊന്നും ഇവിടുത്തെ പോലെ സമാധാനപ്രിയരോ പ്രാർത്ഥനയിൽ മാത്രം ഒഴുകിയിരിക്കുന്നവരോ അല്ല. നാഗാലാൻഡിലെ കലാപങ്ങളൊക്കെ അറിയാമല്ലോ. തീർച്ചയായിട്ടും അവിടെയൊക്കെ കലാപഭൂമിയാണ്. ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ചില ഇത്തരം മിഷണറി പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് നമുക്ക് നിഷേധിക്കാനാവാത്ത വസ്തുതയാണത്. എന്തിന് നമ്മൾ കട്ടിംഗ് സൗത്ത് എന്നതിന് സമാനമായിട്ട് നോർത്ത് ഈസ്റ്റിനെ ഒരു സെപ്പറേറ്റ് രാജ്യമാക്കി മാറ്റാൻ നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ഈ മണിപ്പൂർ ചേർത്തൊരു വേറൊരു രാജ്യമാക്കി മാറ്റാനൊരു വലിയ അന്താരാഷ്ട്ര ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ മാധ്യമങ്ങളിൽ കൂടെ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. മിസോറാമിലാണ് നമ്മുടെ ശ്രീ കുമ്മനം രാജശേഖരൻ സാറിന് ഗവർണറായിട്ട് മിസോറാമിലേക്ക് അയച്ചത്. അദ്ദേഹം അവിടെ ഗവർണറായി ചെന്നപ്പോൾ അതിന് ശക്തമായ പ്രതിഷേധം ഉണ്ടായി ഓർക്കുന്നില്ലേ? ഒരു റാഡിക്കൽ ഹിന്ദുവിനെ അവിടെ ഗവർണറായി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് കലാപം ഉണ്ടായി. വാജ്പേയിയുടെ ചിതാഭസ്മം നാഗാലാൻഡിലെ നദികളിൽ നിമജ്ജനം ചെയ്യാൻ സമ്മതിച്ചില്ല. നാഗാലാൻഡിലെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് അതിനെ എതിർത്തു. ഞങ്ങളുടെ സംസ്കാരത്തിനെതിരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദേശീയത, നാനാത്വത്തിൽ ഏകത്വം, ഭരണഘടന എന്നൊക്കെ പറയുന്നവരാണിത് പറഞ്ഞു. ഇതൊന്നും ഇവിടെ മാധ്യമങ്ങളിൽ കൂടുതൽ വരാത്ത കാരണമാണ് ആളുകൾ അറിയാത്തത്. ഇങ്ങനെയുള്ള ഒരു ദേശീയ ധാരയിൽ നിന്ന് മാറി നിൽക്കുന്നതും ഈ ഒരു സെപ്പറേറ്റിസ്റ്റ് ഡ്രൈവുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടുത്തെ ഈ മണിപ്പൂരിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ മണിപ്പൂരിലെ പ്രധാന കൃഷി, ഹിൽ ഏരിയയിലെ പ്രധാന കൃഷി ഒപ്പിയം. എനിക്ക് മാധ്യമങ്ങളോട് പറയാമെന്ന് പറഞ്ഞുകൂടാ. ഈ മയക്കുമരുന്ന് ചെടികളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. 15,000 ഏക്കറോളം സ്ഥലത്ത് ഈ കൃഷി ഉണ്ടായിരുന്നു. ബിരേൻ സിംഗ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ആ ഏരിയയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏകദേശം 4,000 ഏക്കർ കൃഷി അദ്ദേഹം കുറച്ചു. പ്രതിഷേധം കൂടി. ഈ മണിപ്പൂർ മ്യാൻമാർ ബോർഡറിൽ ഫെൻസിങ് തുടങ്ങി. പ്രതിഷേധം കൂടി. ഇനി മൂന്നാമത് അങ്ങ് പറഞ്ഞ ഈ ക്രിസ്ത്യാനിറ്റി ആൻഡ് മിഷണറി പ്രവർത്തനങ്ങൾ. ഈ മെയ്തി വിഭാഗങ്ങളിൽ നോൺ ക്രിസ്ത്യൻസാണ് ജനറലി. അവർ പൂർണ്ണമായി ഹിന്ദുക്കളാണെന്ന് തന്നെ അർത്ഥമില്ല. സനാതനധർമ്മത്തിന് സമാനമായ ഏതോ ഒരു വിശ്വാസത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കുക്കി വിഭാഗങ്ങളിലുള്ള ഈ മിഷണറി പ്രവർത്തനങ്ങളിൽ ഇനി അടുത്ത അവരുടെ ലക്ഷ്യം മെയ്തി വിഭാഗത്തിൽ നിന്നുള്ള കൺവേർഷനായിരുന്നു ലക്ഷ്യം. അപ്പോൾ മെയ്തി വിഭാഗത്തിലേക്ക് കൺവേർഷൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ മെയ്തി വിഭാഗത്തിൽ നിന്നും ഒരുപക്ഷെ ഭരണകൂടത്തിൽ നിന്നും പ്രതിരോധം ഉണ്ടായി. പ്രധാനമായും ഈ 3 കാരണങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഫ്ലെയറപ്പിന്, ഈ ആളിക്കത്തലിന് പിന്നിലുള്ളത്. ഈ മയക്കുമരുന്ന് കൃഷി അവിടെ വൻതോതിൽ വനനശീകരണം നടക്കുകയാണ്. സാധാരണക്കാർ ഈ ഹിൽ ഏരിയയിലുള്ള സാധാരണക്കാരുടെ വിശ്വാസം ഈ മയക്കുമരുന്ന് കൃഷി എന്തോ ലെജിറ്റിമേറ്റ് കൃഷിയാണെന്നുള്ള 15,000 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പക്ഷേ നമ്മൾ പരോക്ഷമായെങ്കിലും സമ്മതിക്കേണ്ടി വരും. അവിടെ പോകുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റു പല സൈനിക വിഭാഗങ്ങളുടെയും നിശബ്ദ പിന്തുണയുണ്ടായിരുന്നതായിട്ട് ആരോപണമുണ്ട്. ഏറ്റവും അവസാനം ഇവിടെ പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തിയതിന് ശേഷം ഗവർണർ ആദ്യം ചെയ്തത് CRPFന്റെ ഹെഡിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. പുതിയ ആളോട് നിയമിതനായി കഴിഞ്ഞു. പുതിയ ആളിനെ അവിടെ ഹെഡായിട്ട് നിയമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം കാരണങ്ങളാണ് മണിപ്പൂരിൽ ആളിക്കത്തലിന് കാരണം. ഇതിന് ചരിത്രമായ പശ്ചാത്തലമുണ്ട്. ഈ കുക്കികളും മെയ്തികളും തമ്മിലുള്ള ഈ കുക്കികൾ താരതമ്യേന ശതമാനത്തിൽ കുറവാണ്. പക്ഷേ അവർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടിക വർഗ സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് ജോബുകളിലൊക്കെ പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ട് ഒരു മെയ്തി വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് അവർ 55% ഉള്ളത് കാരണം അവരാണ് ഭരണം കൈയാളുന്നത്. ഇതൊരു ചരിത്രപരമായ ഒരു റിഫ്റ്റാണ്. വേർതിരിവും കലാപവും വ്യത്യാസങ്ങളും അവർ ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനെ ഒന്നിപ്പിക്കുക എന്ന ദൗത്യമാണ് അജയ്കുമാർ ഭല്ല ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ജോലിക്ക് അദ്ദേഹം അങ്ങേയറ്റം വിദഗ്ധനാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വലിയ കലാപങ്ങൾ നമുക്കറിയാമല്ലോ. ഈ കാർഷിക സമരം അത് വൻതോതിൽ നടന്നെങ്കിലും ആ സംസ്ഥാനങ്ങളെല്ലാം ഈ BJP വൻതോതിൽ അധികാരം പിടിച്ചെടുത്തു. അത് ദേശീയ തലത്തിൽ ആ സമരം ആളിക്കത്തിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും അവിടെ ഇവിടെയായിട്ടൊക്കെ ഈ സമരം ഇപ്പോഴും കെട്ടടങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ആളിക്കത്തിക്കാൻ കഴിഞ്ഞില്ല.
അതുപോലെ തന്നെ നടന്നൊരു സമരമാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി ബിൽ. പൗരത്വ ഭേദഗതി ബില്ലിന് എഗൻസ്റ്റ് ആയിട്ടും ദേശീയ തലത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പാഴ്ശ്രമങ്ങൾ നടന്നു. അതിനെയൊക്കെ അതിശക്തമായി ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമാനുസൃതം നേരിട്ട അതിശക്തനായ ഭരണാധികാരിയാണ് അജയ്കുമാർ ഭല്ല. തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ ബിരേൻ സിംഗ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആക്രമണം ഈ ഗവർണർക്കെതിരെ ഇവിടുത്തെ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും അഴിച്ചുവിടുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം മണിപ്പൂരിനെ ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. യുവാക്കന്മാർക്ക് തൊഴിലില്ല, അവർക്ക് നൈപുണ്യ വികസനമില്ല, മാറി വരുന്ന സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള പരിശീലനം നൽകിയിട്ടില്ല. അതിലേക്കൊക്കെ അദ്ദേഹം കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. അവർ ഈ സാങ്കേതിക വിദ്യയും പുതിയ ലോകവും കണ്ടു തുടങ്ങുമ്പോൾ ആ ലോകത്തിലേക്ക് അവർ തിരികെ വരും. അതിനുള്ള വിദ്യാഭ്യാസ പദ്ധതികളും കർമ്മ പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഈ ജമ്മു കാശ്മീരിലും ഓർമ്മയില്ല, പാകിസ്ഥാനിൽ അടിച്ച് 500 രൂപ നോട്ട് വാങ്ങിച്ചുകൊണ്ട് ഡെയിലി കല്ലെറിയാൻ പോകുന്ന വിദ്യാർത്ഥികളും യുവാക്കന്മാരും കണ്ട തലമുറയല്ലേ ഇത്. ഇന്ന് അവിടെ 500 നോട്ട് പിൻവലിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഈ നോട്ട് പിൻവലിച്ചതിൻ്റെ കാരണം ഗവൺമെൻറ് എഴുതി കൊടുത്തില്ലെങ്കിൽ കാരണം ഇതൊക്കെയാണ്. ഈ നോട്ട് പിൻവലിക്കൽ നടന്നപ്പോഴാണ് ജമ്മു കാശ്മീരിലെ കല്ലേറ് കാര്യമായിട്ട് പറഞ്ഞത്. പലയിടത്തും മാവോയിസ്റ്റ് ആക്രമണം കുറഞ്ഞത് നോട്ട് പിൻവലിച്ചപ്പോഴാണ്. മാവോയിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന കള്ളനോട്ടല്ല, അവർ ഭീഷണിപ്പെടുത്തി മേടിക്കുന്ന അസൽ നോട്ടുകളായിരുന്നു. ആ നോട്ടുകൾ വാലിഡിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പല ഭാഗങ്ങളിലെ മാവോയിസ്റ്റ് ആക്രമണം തീർന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരം ആഭ്യന്തര കാര്യങ്ങളിൽ അതിശക്തമായ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയ ശക്തനായ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ കയ്യിലേക്ക് മണിപ്പൂരിൻ്റെ അധികാരം പോവുകയാണ്. ഒപ്പം ഇതിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ ധാരയിൽ ഉറച്ചു നിൽക്കുന്ന, ദേശതാൽപര്യത്തിന് മുൻതൂക്കം നൽകുന്ന ഗവർണർമാരും ഭരണാധികാരികളുമായാൽ ചുറ്റപ്പെട്ട മണിപ്പൂര് അതിശക്തനായ ഒരു ഭരണാധികാരിയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എന്തുകൊണ്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് മോഡി മണിപ്പൂരിൽ പോകുന്നില്ല? അതൊരു പ്രധാന ചോദ്യമാണ്. അത് ഒരു ചോദ്യമാണ്. ഈ മോഡി മണിപ്പൂരിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? 59 ഉദാഹരണം പറഞ്ഞാൽ മതി. 59 ആ കാലഘട്ടത്തിൽ അന്ന് മണിപ്പൂരിന് സംസ്ഥാന പദവി നൽകിയിട്ടില്ല. ആ സമയം 69-ലാണെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധി മണിപ്പൂരിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പൊതുസമ്മേളനം സംസാരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ ചെരുപ്പേറുണ്ടായി, അതെ, വലിയ കല്ലേറുണ്ടായി, വെടിവെപ്പുണ്ടായി. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നു, ഒരു കലാപം ഉണ്ടാകുന്നു, ആരുടെയെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും, കലാപം ഉണ്ടാകുന്നു, ഇത് ആളിക്കത്തിക്കുന്നു. ദേശീയ തലത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇതിന് ന്യൂനപക്ഷ പീഡനം അല്ലെങ്കിൽ ദേവാലയങ്ങൾ, അവരുടെ ദേവാലയങ്ങൾ കത്തിച്ചു. കാരണം ഈ മെയ്ത്തി മേഖലയിൽ ഏതെങ്കിലും ദേവാലയങ്ങൾക്ക് കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കായിരിക്കും. അവർ മാത്രമേ ഉള്ളൂ അവിടെ. 90% അവർ മാത്രമാണ്. 250 ജീവൻ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കലാപത്തിൽ വലിയ നാശനഷ്ടങ്ങൾ, ഇതൊക്കെ സത്യമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇവർ ദേശീയധാരയിലേക്ക് വന്നിട്ട് ഈ വംശീയ കലാപം, അവിടെ ഈ ഒരു കർദിനാൾ തന്നെ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്നത് പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പീഡനമല്ല എന്ന് കർദിനാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പ്രസ്താവന ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ മണിപ്പൂരിലെ ചരിത്രപരമായ ഒരു കലാപം അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ, ദേശീയ ഭരണാധികാരിക്കെതിരെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ഒരു ശ്രമമാണത്. മണിപ്പൂർ ശാന്തമാകും, കാശ്മീർ ഇതിലും വലിയ കത്തി നിന്ന് കാശ്മീർ ശാന്തമായ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയ ഭരണാധികാരി ഉദ്യോഗസ്ഥൻ മണിപ്പൂരെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ശുഭപ്രതീക്ഷയോടെ മണിപ്പൂർ ദേശീയധാരയിലേക്ക് വരുന്നത് കാണാൻ കാത്തിരിക്കുക. തീർച്ചയായിട്ടും സാറ് പറഞ്ഞു നിർത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അതായത് കർഷക സമരത്തിൽ ഈ കൊടി താഴ്ത്തിയിട്ട് പഞ്ചാബിലെ ചില കൊടികൾ ഉയർത്താനൊക്കെ ഒരു ശ്രമം ഉണ്ടായി. ആ സമയത്ത് കർഷകർക്ക് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാവുകയും മോദി എന്തോ വലിയ ക്രൂരനാണ്, കർഷകരെ വെടിവെച്ച് കൊന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ഒരു വലിയ എന്താ പറയുക, ഒരു പ്രചാരണം നടത്താനായിരുന്നു ഇവരുടെയൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ പിന്നീട് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി. അതുപോലെ തന്നെയാണ് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി അവിടെ പോയി കഴിഞ്ഞാൽ വലിയൊരു വെടിവെപ്പ് ഉണ്ടാകും. എന്നിട്ട് മോദിയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ഒരാളാണ്, നരഹത്യക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേട്ട ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള പ്ലാനുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കേന്ദ്രം കണ്ടുകൊണ്ട് ഇതൊക്കെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ് കർഷക സമരത്തിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകുമ്പോൾ ഇത് നമ്മൾ കാനഡയിലേക്ക് പോകും. ട്രൂഡോ സർക്കാരും അവിടെ ഖലിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രം എവിടെയായിരുന്നു? ഈ കർഷക സമരത്തിന്റെയൊക്കെ ബുദ്ധി കേന്ദ്രങ്ങൾ ഖലിസ്ഥാൻവാദികൾ, കാനഡ ബേസുള്ള ഖലിസ്ഥാൻവാദികളും ട്രൂഡോ സർക്കാരുമായിരുന്നു. ഇന്ന് ട്രൂഡോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള നമുക്കറിയാം. താഴെ പോയി പന്നോനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ സിഖ് തീവ്രവാദിയായിട്ടുള്ള. അപ്പം ഇത്തരം കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊക്കെ കൂടി ജനങ്ങളും പ്രേക്ഷകരും അറിയണം എന്നുള്ളത് കൂടി നമ്മുടെയും രാജ്യത്തിൻ്റെയും ഒരു ആവശ്യമാണ്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ.